നമ്മുടെ കയ്യിലുള്ളൊരു റോക്ക് ക്ലൈംബർ RC കാറാണ്. ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 8-9 മാസത്തിൻ്റെ അടുത്തായി നമ്മളിത് വാങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ ബാക്ക് വീൽ വർക്ക് ചെയ്യുന്നില്ല. വീലിൻ്റെ കംപ്ലൈൻ്റ് ആണോ അതോ ഇനി അതിൻ്റെ മോട്ടറിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. പക്ഷെ നമുക്ക് റൈറ്റ് ലെഫ്റ്റും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് റൊട്ടേറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ പക്ഷേ ഈ ഫ്രണ്ടിലുള്ള ഫോർവേഡ് ആക്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ടയർ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അന്നേരം അത് കറങ്ങുന്നുണ്ട്. അപ്പോൾ എന്താണ് പ്രശ്നം എന്നറിയില്ല. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇത് കണ്ടില്ലേ, നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന നേരം ഫോർവേഡ് ആണെങ്കിൽ ഫോർവേഡ്, അല്ലെങ്കിൽ ബാക്ക്വേഡ് ആണെങ്കിൽ ബാക്ക്വേഡ്, അന്നേരം അത് കറക്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം ജസ്റ്റ് ഈ വീലൊന്ന് അയച്ചെടുക്കണം. വീലിൻ്റെ ഇവിടെ നമുക്ക് സ്ക്രൂ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മോട്ടറിൻ്റെ കേസിൻ്റെ പുറത്തും സ്ക്രൂ ഉണ്ട്. അത് ഊരിയെടുത്തിട്ട് ഓപ്പൺ ആക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ വീലൊന്ന് അയച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ വീലിൻ്റെ അവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്. രണ്ട് സൈഡിലെ വീലിനും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് അയച്ചെടുത്തിട്ട് ഒരു വീൽ ഊരിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതും അങ്ങ് ഊരിയെടുക്കാം. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇതാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസ് മാത്രമായി. നമ്മൾ ഓണാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മോട്ടർ വർക്ക് ചെയ്യിച്ച് നോക്കാം. നമ്മൾ റൺ ചെയ്യുന്ന സമയത്തും അത് വർക്കിംഗ് അല്ല, സ്റ്റിൽ സ്റ്റക്കായിട്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തോ കംപ്ലൈൻ്റ് ആണ്. നമ്മൾ